CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ISL സീസൺ ഡിസംബറിൽ ആരംഭിക്കുമെന്നും അതിന് മുന്നോടിയായി സൂപ്പർ കപ്പ് നടക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നത്. എങ്കിലും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. സീസൺ ആരംഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നയങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർഗുല. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ താര കൈമാറ്റ നീക്കങ്ങൾ നിലവിൽ നിർത്തിവെച്ചതായിട്ടാണ് മാർക്കസ് മെർഗുലോ നമുക്ക് തരുന്ന വിവരം എന്നുള്ളത്. പുതിയ സീസണിനെ കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാതെ തന്നെയാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും FSDLും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹാരത്തിലായതാണ് റിപ്പോർട്ട് എന്നുള്ളത്. എങ്കിലും ലീഗിന്റെ ഭാവി കാര്യത്തിൽ വ്യക്തത വരാനുണ്ട് എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ കളിക്കാരെ സ്വന്തമാക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ ക്ലബ്ബുകൾക്ക് നിലവിൽ കഴിയുകയില്ല. ഇത് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ടീമുകളും പ്രതിസന്ധിയിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രധാനമായും വിദേശ താരങ്ങളുടെ സൈനിങ് ആണ് നിലവിൽ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുള്ളത്. മറ്റു ടീമുകൾ തങ്ങളുടെ വിദേശ കളിക്കാരെ ഇതിനോടകം തന്നെ ടീമിലേക്ക് എത്തിച്ചു കഴിഞ്ഞപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഈ ഒരു കാര്യത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സീസൺ തുടങ്ങുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വരാത്തത് വിദേശ കളിക്കാരെ ടീമിലേക്ക് എത്തിക്കുന്നതിന് തടസ്സം തന്നെയാണ് ഇപ്പോൾ. അതേസമയം സീസൺ കുറച്ചുള്ള ഔദ്യോഗിക അറിയിപ്പ് ലഭിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകൾ ട്രാൻസ്ഫർ വിപണിയിൽ സജീവമാവുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന് ഈ ഒരു സീസൺ എന്നാണ് തുടങ്ങുക, എപ്പോഴാണ് തുടങ്ങുക എന്നുള്ള കാര്യത്തിൽ കൺഫേം ഒരു റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനാൽ ഇന്ത്യൻ ട്രാൻസ്ഫർ വിൻഡോ നീട്ടാനും സാധ്യതകളുണ്ട്. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്തായാലും കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് FC കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കും. അപ്പോൾ മറ്റു വീഡിയോയുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.